ഹിസ്ബുള്ളയുടെ തലവനാകാനിരുന്ന അടുത്ത നേതാവിനെയും ഹൂർ ലോകത്തേക്ക് അയച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. ഹിസ്ബുള്ളയുടെ തലവനാക്കാൻ പ്ലാൻ ചെയ്ത ഹാഷിം സഫീനെയാണ് വധിച്ചത്. ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക്. ഹിസ്ബുള്ളയുടെ പുതിയ നേതാവിനെയും ലബനോനിൽ ഇസ്രായേൽ സൈന്യം വധിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ തലവനാകുവാൻ പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തിരുന്ന ഹാഷിം സഫീനെ ഇസ്രായേൽ സൈന്യം വധിച്ചു. നോക്കുക, 15ഓളം ഹിസ്ബുള്ളയുടെ തലവന്മാരെയാണ് ഇതിനകം ഇസ്രായേൽ സൈന്യം ഇല്ലാതാക്കിയത്. ഹിസ്ബുള്ളയുടെ എല്ലാ നേതൃത്വത്തെയും ഇപ്പോൾ ലബനോനിൽ നിന്നും ഇസ്രായേലിന് തുടച്ചു നീക്കുവാൻ സാധിച്ചിരിക്കുന്നു. ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഭീകര സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ തലവനെ കൊലപ്പെടുത്തിയ വിവരം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ സൈന്യം. അത് ഹിസ്ബുള്ളയ്ക്ക് വലിയ ഒരു നാശനഷ്ടമായിരുന്നു ഉണ്ടാക്കിയത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ പ്രഖ്യാപിത നേതാവായിരുന്നു ഹസൻ നസ്രല്ല. ഹസൻ നസ്രല്ലയെ മാത്രം കൊലപ്പെടുത്താതെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് ഏകദേശം 12 ഹിസ്ബുള്ളയുടെ തലവന്മാരെയും കൊലപ്പെടുത്തിയിട്ട് അതിനുശേഷം ഏറ്റവും അവസാനമാണ് ഹസൻ നസ്രല്ലയെ ഇസ്രായേൽ സൈന്യം വധിക്കുന്നത്. അതിനുശേഷം പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് കണ്ടുവച്ച ആളായിരുന്നു ഇപ്പോൾ കൊലപ്പെട്ട ഹാഷിം സഫീന. ഇദ്ദേഹത്തെ വടക്കൻ ലബനോനിൽ നടന്ന പോരാട്ടത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒന്നോർത്ത് നോക്കുക, നേതൃത്വമില്ലാതെ അലയുകയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭീകരന്മാർ. ആരൊക്കെ നേതൃത്വത്തിലേക്ക് വന്നാലും അവരെയൊക്കെ ഇസ്രായേൽ സൈന്യം നുള്ളി മാറ്റുകയാണ്. ഇതൊരു വലിയൊരു വിരോധാഭാസം. എന്തൊക്കെ ശക്തിയുണ്ട് ഹിസ്ബുള്ളയ്ക്ക് എന്ന് പറഞ്ഞാലും പുറകിൽ ഇറാനുണ്ട്, അല്ലെങ്കിൽ പാകിസ്ഥാനുണ്ട്, തുർക്കിയുണ്ട്, അല്ലെങ്കിൽ ഖത്തറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു കാര്യവുമില്ല, അവരുടെ നേതൃത്വത്തിൽ തലവാഴുന്നില്ല എന്നുള്ള വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ തെളിയിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഹമാസിന് പുറത്തിറങ്ങി നടക്കുന്ന ഒരു നേതാവും ഇന്ന് ലോകത്തില്ല. പുറത്ത് പ്രഖ്യാപിതമായിട്ട് നേതാവ് അല്ലെങ്കിൽ തലവനെന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാവരും തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ ഹിസ്ബുള്ളയുടെ തലവനെ വധിച്ച ഒരു മാരകമായിട്ടുള്ള ആക്രമണം നടന്നത് ലബനോനിലെ ബെയ്റൂട്ടിന് സമീപത്താണ്. ഭീകര സംഘടനയുടെ തലവനാകാനിരുന്ന ആളാണ്. ഒരു നേതാവിനെയും ഇനി ഹിസ്ബുള്ളയുടെ തലയായി വാഴിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറയുന്നത്. ഹിസ്ബുള്ള ഒരു നേതാവില്ലാതെ സംഘടനയാണ്. നേതാക്കളെ വാഴിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല, പകരം വെക്കുന്നവരെ, പ്ലാൻ ചെയ്യുന്നവരെ പോലും ഞങ്ങൾ ഇല്ലാതാക്കും എന്നാണ് യോവ് ഗാലന്റ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നാടകീയമായിട്ടുള്ള സ്ഥിതിവിശേഷം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നു. പക്ഷേ ഹിസ്ബുള്ളയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇപ്പോൾ ഒരു നേതാവും ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നാണ് യോവ് ഗാലന്റ് പറയുന്നത്. IDF നോർത്തേൺ കമാൻഡ് സന്ദർശന വേളയിലാണ് ഗാലന്റ് ഹിസ്ബുള്ളയുടെ നേതാവാകാനിരുന്ന ഹസൻ നസ്രല്ലയ്ക്ക് ശേഷം നേതാവാകാനിരുന്ന ഹാഷിം സഫീനെ വധിച്ച വിവരം ഇപ്പോൾ ലോകത്തോട് പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ലബനോനിൽ നിർണായകമായിട്ടുള്ള മുന്നേറ്റം ഇസ്രായേൽ സൈന്യം നടത്തി. ലബനോനിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഹിസ്ബുള്ളയുടെ വേര് അറുത്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ആയുധ താവളങ്ങളും ആയുധ ഡിപ്പോകളും എല്ലാം ഒരു പരിധിവരെ തകർക്കുവാൻ സാധിച്ചു. ഏകദേശം 1000-ലധികം ഹിസ്ബുള്ളകളെ ഇതിനകം തന്നെ ഉന്മൂലനം ചെയ്തു എന്ന് യോവ് ഗാലന്റ് പറയുന്നു. ഹിസ്ബുള്ളയുടെ ഒരു നാശം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ലബനോനിലെ പുകയടങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ കാണാൻ സാധിക്കുന്നത് ഇറാനിൽ വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെടും എന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളൂ എന്നും യോവ് ഗാലന്റ് പറയുന്നു. അതായത് ലബനോനിലെ പുകപടലങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഇറാന് മനസ്സിലാവുക വിലപിടിപ്പുള്ള പലതും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന്. ഇതാണ് യോവ് ഗാലന്റ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇറാന് നൽകുന്ന മുന്നറിയിപ്പ്. 1982-ലാണ് ലബനോനിലെ അധിനിവേശത്തെ ചെറുക്കാൻ ഇസ്രായേലിനെതിരെ ലബനീസ് പുരോഹിതന്മാർ, ഇസ്ലാമിക നേതാക്കൾ ചേർന്ന് ഹിസ്ബുള്ള എന്നുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്. ഇതിന്റെ പിന്നിൽ ഇറാനായിരുന്നു. ഇറാന്റെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഹിസ്ബുള്ള എന്നുള്ള ഒരു മുന്നണി രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കുന്നത്. ഇസ്രായേൽ ലബനോനിൽ നടത്തുന്ന അധിനിവേശങ്ങളും അല്ലെങ്കിൽ ആക്രമണങ്ങളും അവിടെ നടത്തുന്ന നീക്കങ്ങളെ ചെറുക്കുവാൻ വേണ്ടിയിട്ടാണ്
ലബനീസ് ഇസ്ലാമിക നേതൃത്വം ഹിസ്ബുള്ള സ്ഥാപിച്ചത്. ഇത് പ്രഖ്യാപിതമായിട്ടുള്ള ഹിസ്ബുള്ളയുടെ ലക്ഷ്യം ഇതാണ്: ഇസ്രായേലിന്റെ നാശം. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖുമൈനിയോടുള്ള അഗാധമായിട്ടുള്ള കൂറ്, പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം, ഇതാണ് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം. ഈ നയത്തിൽ നിന്നാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നതും മറ്റും. ഇറാനാണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ഒരു ഫണ്ട് സോഴ്സും ആയുധങ്ങൾ നൽകുന്നതും. ഇപ്പോൾ ഇറാന്റെ നിയന്ത്രണത്തിൽ നിന്ന് ഇപ്പോൾ ഇസ്രായേലിനെതിരായിട്ടുള്ള വലിയ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ തെക്കൻ ലബനോനിൽ ഇസ്രായേൽ സൈന്യം കരയുദ്ധത്തിൽ നിർണായകമായിട്ടുള്ള ഒരു നേട്ടം കൈവരിച്ചതായിട്ട് സൈന്യം പറയുകയാണ്. തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ പിടിച്ചെടുത്തു, അധിനിവേശം സ്ഥാപിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാസയ്ക്ക് ശേഷം ലബനോനിന്റെ പല ഭാഗത്തും ഇസ്രായേൽ ഇപ്പോൾ അധിനിവേശം സ്ഥാപിക്കുകയാണ്. ഇസ്രായേലിന്റെ രാജ്യം ഈ യുദ്ധത്തിൽ വളരുകയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ഗാസ കഴിഞ്ഞ് പലസ്തീന്റെ പല ഭാഗങ്ങളും കഴിഞ്ഞ് ലബനോനിലേക്ക് അവരുടെ രാജ്യം വളർത്തുകയാണ്. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ അതിർത്തി രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അധിനിവേശം സ്ഥാപിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ അറബ് മേഖലയിൽ നിന്നും ലോകത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇസ്രായേൽ അവരുടെ അധിനിവേശം എല്ലാം അവസാനിപ്പിച്ച് ആ രാജ്യത്ത് തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ഒക്ടോബർ 7 2023 നടന്ന നാടകീയമായിട്ടുള്ള സംഭവവാസങ്ങളും ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ടുള്ള ഹമാസിന്റെ ഭീകരാക്രമണങ്ങളുമാണ് ഇപ്പോൾ അവരുടെ രാജ്യം ഇസ്രായേൽ മറ്റ് രാജ്യങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. ഗാസയ്ക്ക് ശേഷം പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിന് ശേഷം ഇപ്പോൾ ലെബനോനിന്റെ പല ഭാഗങ്ങളും ഇസ്രായേൽ സൈന്യം അധിനിവേശം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വരുന്നവരും. തെക്കൻ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ പല താവളങ്ങളും തകർത്ത് തെക്കൻ ലെബനോൻ ഏറെക്കുറെ കരയുദ്ധത്തിൽ ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. IDF പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ വെടിമരുന്ന് ശേഖരം, ടണൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹിസ്ബുള്ള ഭീകരന്മാരുടെ വിശ്രമ കേന്ദ്രങ്ങൾ, ഇവിടെയെല്ലാം അതെല്ലാം തകർക്കുവാൻ സാധിച്ചു. മാത്രമല്ല ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന മിസൈൽ മോട്ടാർ ലോഞ്ചർ സൈന്യം കണ്ടെത്തിയതായിട്ട് പറയുന്നു. വീടുകൾക്ക് ഉള്ളിലും മറ്റും ടാങ്ക് വേദ മിസൈലുകളും മറ്റും ഒളിപ്പിച്ചതായിട്ട് പറയുന്നു. ഇത്തരം കെട്ടിടങ്ങളും വീടുകളും പരിപൂർണമായി തെക്കൻ ലബനോനിൽ നിന്ന് പൂർണ്ണമായിട്ട് നശിപ്പിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇസ്രായേൽ സൈനികരെ പതിയിരുന്ന് ആക്രമിക്കുവാനും വടക്കൻ ഇസ്രായേലിലെ പട്ടണങ്ങൾ ആക്രമിക്കുവാനും ഇത്തരം ഉപകരണങ്ങളും മിസൈൽ ലോഞ്ചറുകളും തെക്കൻ ലബനോനിലിരുന്ന് ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരം കേന്ദ്രങ്ങളെല്ലാം തെക്കൻ ലബനോനിൽ നടത്തിയ റെയ്ഡിന്റെ ഫലമായിട്ട് ഇസ്രായേൽ നശിപ്പിക്കുകയും തെക്കൻ ലബനോനിനെ ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തു. അതുതന്നെയാണ് മുമ്പ് സൂചിപ്പിച്ചത്. ഇസ്രായേൽ അവരുടെ രാജ്യം ഈ യുദ്ധത്തിന്റെ മറയാക്കി അവർ വർദ്ധിപ്പിക്കുകയാണ്. അവരുടെ അധിനിവേശം വർദ്ധിപ്പിക്കുകയാണ്. അത് ഇസ്ലാമിക രാജ്യങ്ങളായ ലബനോനിലേക്കും സിറിയയിലേക്കും പലസ്തീനിലേക്കും ഒക്കെ വ്യാപിപ്പിച്ച് ഇസ്രായേൽ അവരുടെ രാജ്യം വളർത്തുവാനുള്ള ഒരു തന്ത്രമായിട്ട് ഈ യുദ്ധം ഉപയോഗിക്കുകയാണ്. ഇതിന് വടി കൊടുത്ത് അടി വാങ്ങിയിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ്. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന, മുമ്പ് പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ സിംഹങ്ങളായിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ ഒരു സിംഹത്തെ പോലെ ഇസ്രായേലികൾ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ ഫലമായി അവർ ഇസ്രായേലിന് പുറത്തേക്ക് അവരുടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ അത് ഗാസയിലും ലബനോനിലും സിറിയയിലേക്കും അവരുടെ ഭുജങ്ങൾ നീളുകയാണ്. ഈ ഭുജങ്ങൾ ഇറാനിലേക്കും നീളും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ന് വ്യക്തമാക്കിയത്. ഇതിനിടെ ഇസ്രായേലിലേക്ക് വീണ്ടും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ആക്രമണമുണ്ടായി എന്നാണ് പറയുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അൽ ജസീറ ടെലിവിഷനാണ്. അൽ ജസീറ പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിലെ ഹൈഫയിലേക്ക് ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണം നടത്തിയെന്നാണ്. 1 മിനിറ്റ് 49 ദൈർഘ്യമുള്ള വീഡിയോ ഹിസ്ബുള്ള ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടു. ഒക്ടോബർ 8 ഇന്നേ ദിവസമാണ് ആക്രമണം നടത്തിയതെന്ന് പറയുന്നു. സഹീന, റഷീദ്, ട്രേഡ്, റിജീൻസിയ, ഉമദ്, ഉറാസ് എന്നിവർ ചേർന്നിട്ടുള്ള സംഘമാണ് ഇതിന്റെ പിന്നിൽ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പോഴും ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ളയുടെ ലബനോനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അൽ ജസീറയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അൽ ജസീറ തന്നെ
റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ യുദ്ധത്തിന്റെ ബർത്ത്ഡേ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തി ഇസ്രായേൽ ആഘോഷിച്ചു എന്നുള്ള വിവരമാണ് അൽ ജസീറ പങ്കുവയ്ക്കുന്നത്. ഗാസ എൻക്ലേവിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും ഭയാനകമായിട്ടുള്ള ദിവസമായിരുന്നു യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക ദിനമായിട്ടുള്ള ഒക്ടോബർ 7. ആ ദിവസം ഡസൻ കണക്കിന് പലസ്തീനുകളെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ബോംബിട്ട് കൊലപ്പെടുത്തി. കഴിഞ്ഞ ദിവസം രാത്രി 56 പലസ്തീനികൾ എൻക്ലേവിൽ കൊല്ലപ്പെട്ടതായിട്ട് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നും ഇപ്പോൾ അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.